ഡിയർ ഫ്രണ്ട്സ്, എസ് ശങ്കർ സംവിധാനം ചെയ്ത ഗെയിം ചേഞ്ചർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് റിവ്യൂ പറയുന്നത്. ഈ സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ അവൈലബിൾ ആണ്. ഈ സിനിമ കാണാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, നല്ല ഒരു മലയാളം ഫിലിമോ തമിഴ് ഫിലിമോ ഒന്നും OTT-യിൽ അവൈലബിൾ അല്ല. രണ്ട്, നമ്മുടെ മൺസൂൺ മീഡിയയിലെ സുധീഷ് പയ്യന്നൂർ പറഞ്ഞു ഈ സിനിമയെ കുറിച്ച് ഇന്ത്യൻ 2-നേക്കാളും മെച്ചപ്പെട്ട ഒരു സിനിമ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമ കാണാൻ ഇടയായിട്ടുള്ള സാഹചര്യം. ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, എസ് ശങ്കർ തന്നെയാണ്. ഈ സിനിമയിൽ അഭിനയിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പറയാനുണ്ട്. രാം ചരൺ, അതുപോലെ നായികയായിട്ട് കിരാര അദ്വാനി, അതുപോലെ SJ സൂര്യ, ജയറാം, സമുദ്രകനി തുടങ്ങിയവരാണ് പ്രധാനമായിട്ട് അഭിനയിക്കുന്നത്. ഇതിനകത്ത് ആദ്യം തുടക്കത്തിൽ തന്നെ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് വന്നിട്ട് ഈ നിരന്ന് കിടക്കുന്ന ഗുണ്ടകളെ റെയിൽപാളത്തിൽ നിന്ന് ഇങ്ങനെ രക്ഷിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കാണണമോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് ഈ സിനിമ മേക്ക് ചെയ്തിരിക്കുന്നത്. കാരണം ഒരു ലോജിക്ക് എന്ന് പറഞ്ഞ സംഭവം അടുത്തൂടെ പോയിട്ടില്ല ഈ സിനിമയുടെ. നമ്മൾ തമിഴ് സിനിമകളിൽ പിന്നെയും ഇപ്പൊ കുറച്ച് പച്ച പിടിച്ച് വരുന്നുണ്ട്. തെലുങ്ക് സിനിമയിൽ ഇത്രയും ലോജിക്ക് ഇല്ലാത്തൊരു സിനിമ ഞാൻ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. പുഷ്പ ഇതിനെത്രയും കുഴപ്പമില്ലാതെ കുറച്ചും കൂടെ ലോജിക്ക് ഉണ്ടെന്ന് തോന്നിപ്പോയി. നമ്മുടെ രാം ചരണിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു IAS നായിക പറഞ്ഞിട്ട് IPS ആയിട്ടുള്ള ആള് ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി IAS ആയിട്ട്, പിന്നെ നന്മമരമായിട്ട് ആളുകളെ രക്ഷിക്കുന്ന ഒരു സിനിമയാണ്. നന്മമരം ചമഞ്ഞ് നടക്കുന്ന ഒരു നായകൻ, അതിനിടയ്ക്ക് പാറി നടക്കുന്ന ഒരു കുറച്ച് കഴിവുകളൊക്കെ പറന്ന് നടക്കാനുള്ള കഴിവുകളൊക്കെ ഉള്ള ഒരു നായകനായിട്ടാണ് കാണുന്നത്. അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ എന്തോ വരമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർമാന്റെ കഴിവൊക്കെ കിട്ടിയിരുന്നെങ്കിൽ നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാം. പക്ഷെ ഒരു സൂപ്പർമാന്റെ കഴിവില്ലാത്ത ഒരാൾ ഇങ്ങനെ പറന്ന് നടന്ന് അടിക്കുകയും ഹെലികോപ്റ്ററിൽ ഇങ്ങനെ പാറി വന്ന് തട്ടുകയും ചെയ്യുമ്പോൾ നമുക്കത് കണ്ടു നിൽക്കുന്നവർക്കൊരു സുഖമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ റോള് വളരെ മോശം എന്ന് തന്നെ പറയാം. അതിനിടയ്ക്ക് നമ്മുടെ നായികയായിട്ട് വരുന്ന സീനുകളിലൊക്കെ ഓരോ ഡാൻസും പാട്ടും, അതിന്റെ പാട്ടെന്ന് പറഞ്ഞാൽ ഒരു സുഖമില്ല. നമുക്കിനി ഒരു കാര്യം പറയാതിരിക്കരുത്. കാരണം അദ്ദേഹത്തിന്റെ ആ സ്റ്റെപ്പുകൾ കുഴപ്പമില്ല, ഡാൻസിന്റെ സ്റ്റെപ്പുകൾ നന്നായിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബോഡി ഫിറ്റിംഗ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ബോഡിയൊക്കെ നല്ല ഫിറ്റാണ്. അതുപോലെ ഇതിനകത്ത് കണ്ടിരിക്കാൻ പറ്റിയ SJ സൂര്യയുടെ പ്രകടനം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉള്ളത് കൊണ്ടാണ് ഈ സിനിമ എനിക്ക് കണ്ടിരിക്കാൻ തോന്നിയത്. ഒരു 40% ഒക്കെ കണ്ടിരിക്കാൻ തോന്നിയത്. കുറെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോയെങ്കിലും SJ സൂര്യയുടെ ആ ഒരു പ്രകടനം, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രകടനം കാര്യങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു, പക്ക ഫീൽ തന്നിട്ടുണ്ടായിരുന്നു. ഈ പടം നോക്കുകയാണെങ്കിൽ തന്നെ ചില മൊമെന്റ്സുകൾ നന്നായിട്ടുണ്ട്. പാറി നടക്കുന്ന അടി ഒഴിച്ച് ബാക്കിയുള്ള ചില മൊമെന്റ്സുകൾ. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ രാം ചരന്റെ കുറച്ച് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ആ സമയത്തുള്ള സീനുകൾ വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് കുറച്ച് ഇമോഷണലി തട്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് സീൻസിൽ മാത്രം അദ്ദേഹം നന്നായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കുഴപ്പമല്ലെന്ന് തോന്നുന്നു. കാരണം ഈ ഒരു മേക്കിങ്ങിന്റെ പ്രശ്നമാണെന്ന്, ഈ എസ് ശങ്കറിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ജയറാമേട്ടൻ എന്തിനാണ് ഇങ്ങനെ അന്യഭാഷ ഫിലിമുകളിൽ പോയിട്ട് ഇത്ര കൂതറയായിട്ട് അഭിനയിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത്. ഒരു സെൻസും ഇല്ലാത്ത അഭിനയം. അഭിനയം എന്ന് പറഞ്ഞാല് ഇദ്ദേഹം എത്ര നല്ല പടങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് വന്ന ഓസ്ലർ വലിയ കുഴപ്പമില്ലാതിരുന്നു. അതിനുശേഷം ഈ അടുത്തെന്ന് പറഞ്ഞാൽ 2023 അതിനുശേഷം വന്ന ഈ ഒരു അന്യഭാഷ സിനിമകളിൽ പോയിട്ട് ഇത്ര ചള്ളി പിളിയായിട്ട് അഭിനയിക്കുന്ന ഒരു നടൻ നമ്മുടെ പഴയകാല സിനിമകളിലൊക്കെ എത്ര നല്ല നമ്മളിപ്പോ പടം മനസ്സിനക്കരെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ കുറെ സിനിമകളുണ്ടല്ലോ, നമുക്ക് പേരെടുത്ത് പറയാനാണെങ്കിൽ തന്നെ ഒരുപാട് സിനിമകളുണ്ട്. ഇദ്ദേഹത്തെ പോലെ ഒരു നല്ലൊരു നടൻ പോയിട്ട് അന്യഭാഷ സിനിമകളിൽ പോയിട്ട് ഇത്രയും ചളി, നമ്മൾ പഴയ വടിവേല് പോലും ഇങ്ങനെ മോശമായിട്ടുള്ള സീനുകളിൽ അഭിനയിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് കൂതറാന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പോലും അത്രയ്ക്ക് മോശമായിട്ടുള്ള സീനുകൾ. അദ്ദേഹത്തിന്റെ റോള് നിലവാരം തകർച്ച തന്നെയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ സമുദ്രകനി, അദ്ദേഹം ഒരു വലിയ കാര്യമായിട്ട് സ്ക്രീൻ സ്പേസ് ഇല്ല എങ്കിൽ കൂടിയും അദ്ദേഹത്തിന്റെ റോള് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. കുറെയൊക്കെ സ്കിപ്പ് അടിച്ചിരുന്നിട്ട് OTT-യിൽ കാണാൻ പറ്റിയ ഒരു സിനിമ എന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ സമയം ഉണ്ടെങ്കിൽ മാത്രം. ഒരു വൺ ടൈം വാച്ചബിളൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ പറന്ന് നടന്ന് അടിക്കുന്നൊക്കെ കാണാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ
വേണമെങ്കിൽ ഒരു പരീക്ഷണം എന്ന നിലയിൽ സ്വന്തം റിസ്കിൽ കാണാവുന്ന ഒരു പടം എന്നേ എനിക്ക് പറയാനുള്ളൂ. ആ ഫ്ലാഷ് ബാക്ക് സീൻ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ, ഇങ്ങനെ പറന്ന് നടന്ന് അടിക്കല്ലേ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒരു അവാർഡ് ഫിലിം കാണുന്ന രീതിയിൽ അവാർഡ് ഫിലിം ഇതിലെയോ എത്രയോ മെച്ചമാണ് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് കണ്ടു നോക്കാം. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇത് കോടികളൊക്കെ മുടക്കിയെടുത്ത പടമാണ്. കൂടുതലും ഒക്കെ നമ്മൾ തിയേറ്ററിലൊക്കെ കഴിഞ്ഞ് വന്ന് ഇപ്പോൾ OTT കളിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇരുന്ന് കാണാമെന്ന് ഞാൻ പറയുന്നുള്ളൂ. സോ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുമെങ്കിൽ കഴിയുമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.